നമസ്കാരം. ഉച്ചവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കീമിൽ ഹൈക്കോടതി ഉത്തരവ് ശരിവെച്ച് സുപ്രീം കോടതി. കേരള സിലബസുകാർക്ക് തിരിച്ചടി. അപ്പീൽ നൽകില്ലെന്ന് കേരളം. നിലവിലെ റാങ്ക് പട്ടിക അനുസരിച്ച് അലോട്ട്മെന്റുകൾ തുടരും. തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെതിരായ DGPയുടെ റിപ്പോർട്ട് ശരിവെച്ച് ആഭ്യന്തര സെക്രട്ടറി. ADGP ഇടപെടാത്തത് ഗുരുതര വീഴ്ചയെന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. MR അജിത് കുമാറിന്റെ ശബരിമല ട്രാക്ടർ യാത്ര ദൗർഭാഗ്യകരവും മനഃപൂർവ്വമെന്ന് ഹൈക്കോടതിയുടെ വിമർശനം. കേരള സർവകലാശാലയിൽ അനിശ്ചിതത്വം തുടരുന്നു. VC നിഷേധിച്ചിട്ടും രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാലയിലെത്തിയത് ഔദ്യോഗിക വാഹനത്തിൽ. VC ഇന്നും എത്തിയില്ല. സർവകലാശാലയിൽ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച് BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ. നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് തലാലിന്റെ സഹോദരൻ അബ്ദുൾ ലത്തീഫ് മഹദി. മാപ്പ് നൽകില്ലെന്നും ദൈവനീതി നടപ്പാക്കണമെന്നും പ്രതികരണം. പ്രതീക്ഷ കൈവിടാതെ ഇന്നും നിർണായക ചർച്ചകൾ. വിഭജികയ്ക്ക് നീതി തേടി ഷാർജയിൽ നിയമപോരാട്ടത്തിന് കുടുംബം. നിതീഷിന്റെ ബന്ധുക്കളുമായി കോൺസുലേറ്റ് ചർച്ച നടത്തുന്നു. മൃതദേഹങ്ങൾ നാട്ടിൽ സംസ്കരിക്കണമെന്ന് ആവശ്യം. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. മത്സരം വൈകിട്ട് 5:30 മുതൽ. പരമ്പരയിൽ 3 മത്സരങ്ങൾ. തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിന് ഗുരുതര വീഴ്ചയുണ്ടായി എന്ന മുൻ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടാണ് ആഭ്യന്തര സെക്രട്ടറി ശരിവച്ചിരിക്കുന്നത്. റിപ്പോർട്ടിൽ ഇനി തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ത്രിതല അന്വേഷണമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. ഇതിൽ ADGP MR അജിത് കുമാറിന് വീഴ്ച പറ്റിയോ എന്നതിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയത് സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ഷേഖ് ദർവേസ് സാഹിബ് ആയിരുന്നു. ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമായി തൃശൂരിലുണ്ടായിരുന്നിട്ടും MR അജിത് കുമാർ പ്രശ്നത്തിൽ ഇടപെട്ടില്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. കമ്മീഷണർ അങ്കിത് അശോകും തിരുവമ്പാടി വിഭാഗവും തമ്മിൽ വാക്കുതർക്കമുണ്ടായി എന്ന് മന്ത്രി K രാജൻ MR അജിത് കുമാറിനെ അറിയിച്ചിരുന്നു. പിന്നീട് പൂരം കലങ്ങിയപ്പോൾ മന്ത്രി രാജൻ ADGPയെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും കിട്ടിയില്ല. ഡ്യൂട്ടിയുടെ ഭാഗമായ സ്ഥലത്തുണ്ടായിട്ടും ADGP വിഷയത്തിൽ ഇടപെട്ടില്ല എന്നത് കൃത്യനിർവഹണത്തിലെ ഗുരുതര വീഴ്ചയെന്നും നടപടി വേണമെന്നുമാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. DGPയുടെ റിപ്പോർട്ട് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയും ശരിവെച്ച് മുഖ്യമന്ത്രിക്ക് അയച്ചിരിക്കുകയാണ്. ഇനി മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നാണ് അറിയേണ്ടത്. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലും MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ടും ആഭ്യന്തര വകുപ്പിന്റെ മുന്നിലുണ്ട്. അതേസമയം പൂരം കലക്കലിൽ ഭരണമുന്നണിയിൽ നിന്ന് CPIയുടെ സമ്മർദ്ദവും സർക്കാരിന്മേലുണ്ട്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാതെ ഏറെ നാൾ മുന്നോട്ടു പോകാൻ ആഭ്യന്തര വകുപ്പിനാകുകയുമില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമലയിലേക്ക് ADGP MR അജിത് കുമാർ നടത്തിയ ട്രാക്ടർ യാത്രയെ വിമർശിച്ച് ഹൈക്കോടതി. സംഭവം ദൗർഭാഗ്യകരമായി പോയെന്നും ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ നിന്നും അജിത് കുമാറിന്റെ പ്രവൃത്തി മനഃപൂർവ്വമാണെന്ന് വ്യക്തമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആംബുലൻസ് ഉപയോഗിക്കാമായിരുന്നില്ലേ എന്നും വിമർശനം. ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്ന കോടതിയുടെ കർശന നിർദ്ദേശം മറികടന്നായിരുന്നു ADGPയുടെ നടപടി. സംഭവത്തിൽ പത്തനംതിട്ട SP-യോട് കോടതി റിപ്പോർട്ട് തേടി. ദേവസ്വം ബോർഡും വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് ഏറ്റുമുട്ടൽ രൂക്ഷമാകുന്നു. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന് ഔദ്യോഗിക വാഹനം നൽകരുതെന്ന വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിന്റെ നിർദ്ദേശം തള്ളി സർവകലാശാല. അനിൽകുമാർ ഇന്നും ഔദ്യോഗിക വാഹനത്തിൽ സർവകലാശാലയിലെത്തി. അതിനിടെ യൂണിവേഴ്സിറ്റിയിൽ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയിൽ ഹർജി നൽകി. കേരള യൂണിവേഴ്സിറ്റിയിൽ സിൻഡിക്കേറ്റ് വൈസ് ചാൻസലർ രജിസ്ട്രാർ പോര് രൂക്ഷമാകുന്ന നടപടികളാണ് ഇന്നും ഉണ്ടായത്. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന് ഔദ്യോഗിക വാഹനം നൽകരുതെന്ന VCയുടെ നിർദ്ദേശം ഉദ്യോഗസ്ഥർ തള്ളി. ഇന്നും രജിസ്ട്രാർ KS അനിൽകുമാർ എത്തിയത് ഔദ്യോഗിക വാഹനത്തിലാണ്. എനിക്ക് സ്വന്തമായ വാഹനമില്ല, സർവകലാശാലയുടെ വാഹനമാണ്. വാഹനത്തിന്റെ താക്കോൽ പിടിച്ചെടുക്കാൻ സെക്യൂരിറ്റി ഓഫീസർക്കും രജിസ്ട്രാറിന്റെ ചുമതലയുള്ള മിനി കാപ്പനുമാണ് VC നിർദ്ദേശം നൽകിയിരുന്നത്. അനിൽകുമാറിനെ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് കയറ്റരുതെന്നും ഫയലുകൾ കൈമാറരുതെന്നുമുള്ള നിർദ്ദേശവും നേരത്തെ
സർവകലാശാല തള്ളിയിരുന്നു. അതേസമയം സർവകലാശാലയിലെ സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാട്ടി BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയിൽ ഹർജി നൽകി. VC-ക്ക് യൂണിവേഴ്സിറ്റിയിൽ കയറാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും SFIയുടെയും ഇടത് സംഘടനാ ജീവനക്കാരുടെയും ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ യൂണിവേഴ്സിറ്റിയിൽ കയറുന്നത് വിലക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ 25-ാം തീയതി സർവകലാശാലയുടെ സെനറ്റ് ഹാളിലുണ്ടായ സംഭവങ്ങൾക്ക് ശേഷം സർവകലാശാലയുടെ പ്രവർത്തനം ഏതാണ്ട് സ്തംഭിച്ച അവസ്ഥയിലാണ്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം ഇടത് യുവജന സംഘടനകളും അതുപോലെ തന്നെ SFIയും ഈ സർവകലാശാലയെ പിടിച്ചെടുക്കുന്ന തരത്തിലുള്ള സമരങ്ങളാണ് അഴിച്ചുവിട്ടത്. അതിനിടെ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം സുഗമമാക്കണമെന്നും വിദ്യാർത്ഥികൾക്ക് സേവനം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് KSU യൂണിവേഴ്സിറ്റി വളപ്പിൽ മാർച്ച് നടത്തി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ ചാൻസലർ നിയമനത്തിൽ ഗവർണറുടെ അപ്പീലിനെതിരെ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജിയുമായി സംസ്ഥാന സർക്കാർ. ഗവർണറുടെ അപ്പീൽ പരിഗണിക്കുന്നതിന് മുമ്പ് സർക്കാരിന് പറയാനുള്ളത് കൂടി കേൾക്കണമെന്നാണ് തടസ്സ ഹർജിയിൽ പറയുന്നത്. സംസ്ഥാന സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്നും VC-മാരുടെ നിയമനം നടത്തണമെന്നാണ് ഗവർണർ നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടത്. ഈ സാഹചര്യത്തിൽ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലേക്കുള്ള പുതിയ VC-മാരുടെ പട്ടികയും സർക്കാർ ഗവർണർക്ക് കൈമാറി. എന്നാൽ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയതിനാൽ സർക്കാർ നൽകിയ VC-മാരുടെ പട്ടിക ഗവർണർ പരിഗണിച്ചു. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ വിഭജികയുടെയും കുഞ്ഞിന്റെയും ദുരൂഹ സാഹചര്യത്തിലുള്ള മരണത്തിൽ ഷാർജയിലും നിയമപോരാട്ടം ശക്തമാക്കി കുടുംബം. വിഭജികയുടെ സഹോദരൻ ഷാർജയിലെത്തി വിഭജികയുടെ ഭർത്താവ് നിതീഷിനെതിരെ ഷാർജ പോലീസിൽ പരാതി നൽകും. കോൺസുലേറ്റിലെത്തി സഹോദരൻ അധികൃതരെ കാണും. വിഭജികയുടെ മരണത്തിന് കാരണക്കാരായവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് വിഭജികയുടെ ബന്ധുവായ ശ്രീജിത്ത് അമൃത വാർത്തകളോട് പ്രതികരിച്ചു. ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓൺലി കോൺസുലേറ്റിനും മാത്രമേ നമ്മളിപ്പോ സഹായിക്കാൻ പറ്റൂ. കാര്യം ഇവിടുത്തെ പ്രകാരം അത് ഹസ്ബൻഡിനാണ് ഡിസിഷൻ എടുക്കാനുള്ള അധികാരം. ഒരിക്കലും അവർ നമുക്ക് വിട്ടുതരില്ല. അപ്പൊ കോൺസുലേറ്റ് ഇടപെട്ടാൽ മാത്രമാണ് നമുക്കത് ലഭിക്കാനൊരു സാധ്യതയുള്ളൂ. ഇന്നലെ കോൺസുലേറ്റിന്റെ സംയോജിതമായ ഇടപെടൽ കാരണമാണ് ഇന്നലെ അവർക്കത് ക്രിമേഷൻ നടത്താതെ അത് ബ്ലോക്ക് ചെയ്യിപ്പിക്കാൻ പറ്റിയത്. കോൺസുലേറ്റിനെ വിളിച്ചിട്ട് വിഭജികയുടെ ഭർത്താവിന് സംസാരിച്ചിട്ട് ആണ് ഇന്നലെ അത് സോൾവ് ചെയ്തത്. കാര്യം അവർക്ക് വിഭജികയുടെ ബോഡി വിട്ടുതരാൻ അവർക്ക് ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ കുഞ്ഞിന്റെ ബോഡി വിട്ടുതരില്ല, അവർക്ക് അതിവിടെ സംസ്കരിക്കണമെന്നാണ് അവര് നിർബന്ധം പറയുന്നത്. ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പൊ ഇന്നിപ്പോ കോൺസുലേറ്റിന്റെ നിർദ്ദേശപ്രകാരം ഒരു പരാതി കൂടി ഇന്നാണ് കൊടുക്കാൻ പോകുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ ഉറച്ചു കൊല്ലപ്പെട്ട തലാലിന്റെ അടുത്ത ബന്ധുക്കൾ നിമിഷപ്രിയയ്ക്ക് മാപ്പില്ലെന്നും ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്നും തലാലിന്റെ സഹോദരൻ വ്യക്തമാക്കി. എന്നാൽ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണമെന്ന കുടുംബത്തിലെ ചിലർക്ക് അഭിപ്രായമുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നു. കുടുംബാംഗങ്ങളെ അനുനയിപ്പിക്കാനുള്ള ചർച്ചകൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. നിമിഷപ്രിയയ്ക്ക് മാപ്പില്ലെന്നും ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്നുമായിരുന്നു കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദോ മഹദിയുടെ സഹോദരൻ അബ്ദുൾ ഫത്താ മഹദി പ്രതികരിച്ചത്. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവച്ച വിധി വരുന്നതിന് മുൻപ് BBC-ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അബ്ദുൾ ഫത്താ മഹദിയുടെ പ്രതികരണം. അടുത്ത കുടുംബാംഗങ്ങൾ ഇപ്പോഴും ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് സൂചന. തലാലിനെ കൊലപ്പെടുത്തിയത് ക്രൂരമായാണെന്നും വൈകിയാലും ശിക്ഷ നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സഹോദരൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഏറെ നീണ്ടുനിന്ന നിയമവ്യവഹാരം മൂലവും കുടുംബം ഏറെ പ്രയാസമനുഭവിച്ചതായി സഹോദരൻ ചൂണ്ടിക്കാട്ടുന്നു. വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും അംഗീകരിക്കില്ല. ഇന്ത്യൻ മാധ്യമങ്ങളിൽ കുറ്റവാളിയെ ഇരയായി ചിത്രീകരിക്കുന്നതിൽ ഖേദമുണ്ടെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു. സത്യത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങളിലും വിഷമമുണ്ട്. എന്തു തർക്കമായാലും എന്തു കാരണം കൊണ്ടായാലും ഒരു കൊലപാതകത്തെ ഒരിക്കലും ന്യായീകരിക്കാനാവില്ലെന്നും സഹോദരൻ വ്യക്തമാക്കി. BBC-ക്ക് നൽകിയ അഭിമുഖത്തിന് പിന്നാലെ ഇതേ കാര്യങ്ങൾ തലാലിന്റെ സഹോദരൻ സാമൂഹ്യ മാധ്യമങ്ങളിലും ആവർത്തിച്ചു. മധ്യസ്ഥ ശ്രമങ്ങളെക്കുറിച്ച് ഇപ്പോൾ കേട്ടതെന്നും പുതിയ കാര്യങ്ങളല്ലെന്നും വർഷങ്ങൾക്കിടെ പലതവണ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എത്ര കാലതാമസമെടുത്താലും ഒരു സമ്മർദ്ദവും പിന്തിരിപ്പിക്കില്ലെന്നും സഹോദരൻ വ്യക്തമാക്കി. അതിനിടെ കുടുംബത്തിലെ മറ്റു പലരും നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണമെന്ന നിലപാടിലാണെന്നും റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ടുതന്നെ ചർച്ച ഇനിയും നീളുമെന്നാണ് സൂചന. കുടുംബാംഗങ്ങളെ അനുനയിപ്പിക്കാനുള്ള ഊർജിത ശ്രമം തുടരുകയാണ്. അതേസമയം വിഷയത്തിൽ പരസ്യ പ്രതികരണം ഒഴിവാക്കാൻ വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. യമനിൽ ഇത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് ഇടയാക്കില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി.
അനാവശ്യ തർക്കങ്ങൾ മോചനത്തിനുള്ള ശ്രമങ്ങളെ ബാധിക്കുമെന്നതിനാലാണ് ഇത്. തിങ്കളാഴ്ച തന്നെ യമൻ പ്രസിഡന്റ് വിഷയത്തിൽ ഇടപെട്ടിരുന്നു എന്നും കേന്ദ്രം സൂചന നൽകിയിട്ടുണ്ട്. ഇനി ഒരറിയിപ്പുണ്ടാകും വരെ വധശിക്ഷ നിർത്തിവച്ചിരിക്കുന്നു എന്നാണ് വിധിപ്പകർപ്പിലുള്ളത്. എന്നാൽ കേസ് ഇനി എന്ന് പരിഗണിക്കുമെന്ന് ഉത്തരവിലില്ല. കുടുംബവുമായി ദിയാധനത്തിൽ ചർച്ച നടക്കുന്നുവെന്നും ഇതിൽ തീരുമാനമാകുന്നതുവരെ വധശിക്ഷ നടപ്പാക്കരുത് എന്നുമായിരുന്നു ഹർജി. ഇത് അംഗീകരിച്ചാണ് കോടതി വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവച്ചതെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിൽ കാന്തപുരത്തിന്റെ ഇടപെടൽ പ്രതീക്ഷ നൽകുന്നതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മനുഷ്യത്വവും മതേതരത്വവും വലുതാണെന്ന് തെളിയിക്കുന്നതാണ് കാന്തപുരത്തിന്റെ ഇടപെടൽ. തുടർ ചർച്ചകളിൽ പ്രതീക്ഷയുണ്ട്. വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്ന സമയത്ത് കാന്തപുരം മാനവികത ഉയർത്തിപ്പിടിച്ചുവെന്ന് MV ഗോവിന്ദൻ കോഴിക്കോട് പറഞ്ഞു. വിധി നടപ്പിലാക്കുന്നു എന്ന ഘട്ടം വന്നപ്പോൾ അതിൽ ഇടപെട്ട് കാന്തപുരം AP അബൂബക്കർ എല്ലാവരുടെയും പ്രിയപ്പെട്ട മുസ്ലിയാരായി ഇപ്പോഴും മാറിയിരിക്കുകയാണ്. ഇനിയും തുടർച്ചയായ ചർച്ചയും ആവശ്യമായ തീരുമാനവും എടുക്കുന്നതിനു വേണ്ടി അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് തുടർന്നും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. കീം പ്രവേശനത്തിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി. പ്രവേശനത്തിൽ ഇടപെടാതെ സുപ്രീം കോടതി ഈ വർഷം പ്രവേശനം പഴയ രീതിയിൽ തന്നെ തുടരും. അപ്പീൽ നൽകില്ലെന്ന് കേരളം വ്യക്തമാക്കി. പഴയ മാനദണ്ഡ പ്രകാരമുള്ള പുതിയ കീം റാങ്ക് പട്ടിക അടിസ്ഥാനമാക്കി പ്രവേശന നടപടികൾ തുടരാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഈ വർഷം ഇനി റാങ്ക് പട്ടികയിൽ ഒന്നും ചെയ്യാനാവില്ലെന്നും പ്രവേശന നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ ഈ ഘട്ടത്തിൽ ഇടപെടുന്നത് അനിശ്ചിതത്വത്തിന് ഇടയാക്കുമെന്നും സുപ്രീം കോടതി പറഞ്ഞു. കേസ് 4 ആഴ്ചയ്ക്കകം കേൾക്കാമെന്ന് വ്യക്തമാക്കിയ കോടതി സംസ്ഥാനമടക്കം എല്ലാ കക്ഷികൾക്കും മറുപടി സത്യവാങ്മൂലമായി സമർപ്പിക്കാൻ നോട്ടീസ് അയച്ചു. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ ഫയൽ ചെയ്യുന്നില്ലെന്ന് സർക്കാരും കോടതിയെ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് പ്രശ്നമുണ്ടാകാതിരിക്കാനാണ് അപ്പീൽ നൽകാത്തതെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. റാങ്ക് പട്ടിക റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെയാണ് കേരള സിലബസ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. സംസ്ഥാനത്തിന് എപ്പോൾ വേണമെങ്കിലും പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താൻ അധികാരമുണ്ട് എന്നായിരുന്നു കേരള സിലബസ് വിദ്യാർത്ഥികളുടെ വാദം. CBSE വിദ്യാർത്ഥികൾ തടസ്സ ഹർജിയും നൽകിയിരുന്നു. കാര്യമായ നിയമപ്രശ്നങ്ങളില്ലെങ്കിൽ ഇക്കൊല്ലത്തെ കേരള എഞ്ചിനീയറിംഗ് പ്രവേശന നടപടികളിൽ ഇടപെടില്ലെന്ന് സുപ്രീം കോടതി ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പ്രോസ്പെക്ടസിൽ കേരള സർക്കാർ വരുത്തിയ മാറ്റത്തെ സംശയിക്കുന്നില്ല. എന്നാൽ പുതിയ നയം കൊണ്ടുവരുമ്പോൾ അക്കാര്യം മുൻകൂട്ടി പ്രഖ്യാപിക്കണമായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം കോടതി ചൂണ്ടിക്കാട്ടിയത്. ന്യൂസ് ഡെസ്ക് അമൃത TV. സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ ചർച്ചയിൽ ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച സമസ്ത രാവിലെയും വൈകിട്ടും 15 മിനിറ്റ് അധിക സമയമാക്കുന്നതിന് പകരം വൈകിട്ട് അരമണിക്കൂറാക്കി വർദ്ധിപ്പിക്കാമെന്നാണ് പുതിയ നിർദ്ദേശം. ഓണം ക്രിസ്മസ് അവധിക്കാലങ്ങളിൽ നിന്ന് പ്രവൃത്തി ദിനങ്ങൾ കണ്ടെത്തുന്നത് ആലോചിക്കാമെന്ന് സമസ്ത പറയുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള ചർച്ചയിൽ സമസ്ത നിർദ്ദേശങ്ങൾ രേഖയായി തന്നെ അവതരിപ്പിക്കും. സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ മുൻ നിലപാടിൽ സമസ്ത അയവ് വരുത്തുന്നു എന്നാണ് സൂചന. നിലവിൽ രാവിലെ 15 മിനിറ്റും വൈകിട്ട് 15 മിനിറ്റുമാണ് അധിക സമയമായി സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനു പകരം വൈകിട്ട് അരമണിക്കൂർ നീട്ടുക, വിദഗ്ധ സമിതി നിർദ്ദേശിച്ചതുപോലെ ഓണം ക്രിസ്മസ് അവധിക്കാലങ്ങളിലും പ്രവൃത്തി ദിനങ്ങൾ കണ്ടെത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് സമസ്തയും സർക്കാരിന് മുന്നിലേക്ക് വെക്കുന്നത്. ശനി ഞായർ അവധി ദിവസങ്ങളിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും പ്രവൃത്തി ദിവസമാക്കുക എന്ന നിർദ്ദേശം കൂടി സമസ്തയുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ സ്വീകരിച്ച നിലപാട് ആലോചിക്കാവുന്നതാണ് എന്നാണ് സമസ്ത പറയുന്നത്. വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് ചില നിർദ്ദേശങ്ങൾ ഇപ്പോൾ സമസ്ത മുന്നോട്ട് വെക്കുന്നത്. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് സമയമാറ്റത്തിലേക്ക് സർക്കാർ എത്തിയതെന്നും ഇനിയൊരു പിന്നോട്ട് പോക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി നിലപാടെടുത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് സമസ്ത ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. സർക്കാരുമായി നടക്കുന്ന ചർച്ചയിൽ രേഖയായി തന്നെ സമസ്ത നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളുമായി നേരിട്ട് ഏറ്റുമുട്ടൽ വേണ്ട എന്ന് തന്നെയാണ് സർക്കാരിന്റെയും നിലപാട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വിശദീകരിക്കാനും ബോധ്യപ്പെടുത്താനുമാണ് ചർച്ചയെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ടെങ്കിലും നടപ്പിലാക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ സർക്കാർ സ്വീകരിച്ചേക്കുമെന്നാണ് സൂചന. ഇരു കൂട്ടർക്കും ദോഷമില്ലാത്തൊരു സമവായ രീതിയായിരിക്കും ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരിക എന്നതാണ് വിവരം. അമൃത ന്യൂസ്, കോഴിക്കോട്.
തിരുവനന്തപുരം കോർപ്പറേഷനിൽ സാനിറ്റേഷൻ വർക്കർമാരുടെ നിയമനത്തിൽ വ്യാപക ക്രമക്കേടെന്ന് ആരോപിച്ച് കോർപ്പറേഷന് മുന്നിൽ ബിജെപി നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡുകൾ തള്ളിമാറ്റാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി പ്രയോഗിച്ചു. വിവരങ്ങളുമായി അൻഫിലി ഡിസൂസ ചേരുന്നു. അൻഫിലിറ്റ്, കോർപ്പറേഷന്റെ കാലാവധി അവസാനിക്കാനിരിക്കെ ഇത്തരത്തിൽ വ്യാപക ക്രമക്കേട് നടത്തിയ LDF ഭരണസമിതിയുടെ നിയമനത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണോ ബിജെപിയുടെ തീരുമാനം? ഉറപ്പായും അമ്പിളി, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഈ അല്പം മുമ്പ് കോർപ്പറേഷന്റെ പരിസരത്ത് നമ്മൾ കണ്ടത്. BJP പ്രവർത്തകർ, യുവമോർച്ച പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി വരുന്നു. സാനിറ്റേഷൻ വർക്കർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് 56 പേരുടെ പട്ടിക തയ്യാറാക്കുന്നു. ഈ 56 ആദ്യ ഒന്നാം ഘട്ട റാങ്ക് പട്ടികയിൽ മുഴുവൻ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടപ്പെട്ടവരും, അതായത് CPM ആയാലും CPI ആയാലും അവരുടെ അനുഭാവികളും ബന്ധുക്കളും ഭാര്യമാരും ഒക്കെയാണ് ഈ നിയമന പട്ടികയിൽ കടന്നുകൂടിയെന്ന ഒരു ഗുരുതരമായ ആരോപണമാണ് BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ മുൻ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. കോർപ്പറേഷൻ കൌൺസിൽ നടക്കുമ്പോഴൊക്കെ തന്നെ മേയർക്കെതിരെ പ്രതിഷേധവുമായി വരുന്നു. അതിന് കൌൺസിൽ തടസ്സപ്പെടുത്തുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധം, അതായത് കോർപ്പറേഷന്റെ അകത്ത് നടന്ന പ്രതിഷേധം ഇപ്പോൾ പുറത്തേക്ക് വരുന്ന രീതിയാണ് നമ്മൾ കണ്ടത്. രാവിലെ BJP പ്രവർത്തകർ, യുവമോർച്ച പ്രവർത്തകർ വലിയ രീതിയിൽ തന്നെ തമ്പടിക്കുന്നു. പ്രതിഷേധവുമായി വളപ്പിലേക്ക് എത്തുന്നു. എന്നാൽ ബാരിക്കേഡ് വെച്ച് പോലീസ് ഇവരെ തടയാൻ ശ്രമിക്കുന്നു. ബാരിക്കേഡ് തള്ളി മാറ്റി അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്ന പോലീസ് പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നിരവധി തവണ അവർ ജലപീരങ്കി ഉപയോഗിച്ച് പ്രവർത്തകരെ മാറ്റാൻ പിരിഞ്ഞു പോകാൻ ശ്രമിച്ചെങ്കിൽ പ്രവർത്തകർ കൂട്ടാക്കിയില്ല. ഒടുവിൽ ബാരിക്കേഡ് ഭേദിച്ച് അവർ അകത്ത് കടക്കാനും ബാരിക്കേഡിന് മുകളിലേക്ക് ചാടിക്കയറാൻ ശ്രമിക്കുന്നു. മതിൽ ചാടിക്കടന്ന് കൂട്ടത്തോടു തന്നെ പ്രവർത്തകർ കോമ്പൗണ്ടിനകത്തേക്ക്, കോർപ്പറേഷൻ ഓഫീസിനകത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ പ്രവർത്തകരും പോലീസും വലിയ രീതിയിൽ ഉന്തും തള്ളുമുണ്ടായി. ലാത്തി പ്രയോഗിക്കുകയും ചെയ്തു. പോലീസിന്റെ ഷീൽഡിന് നേരെ കല്ലെറിഞ്ഞ് ഷീൽഡിനെ തട്ടി മാറ്റി അകത്ത് കയറാനായി ശ്രമിച്ചെങ്കിലും വലിയ രീതിയിലുള്ള സംഘർഷം തന്നെയാണ് പോലീസും പ്രവർത്തകരും തമ്മിലുണ്ടായത്. നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ട് ഇവർ പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ വനിതാ പ്രവർത്തകരടക്കം തന്നെ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സമരമുണ്ടായി. അതിനുശേഷം വനിതാ കൌൺസിലർമാർ ഇവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വീണ്ടും പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്ന കാഴ്ചയുണ്ടായി. അങ്ങനെ വലിയ രീതിയിലൊരു സംഘർഷാവസ്ഥയാണ് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ അരങ്ങേറിയത്. ഇപ്പോൾ സംഘർഷമൊക്കെ പിരിഞ്ഞ് പ്രവർത്തകരൊക്കെ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ വരും ദിവസങ്ങളിൽ ഈ ക്രമക്കേട് ഉയർത്തിക്കാട്ടി, അതായത് തെളിവുകൾ നിരത്തിയാണ് ഓരോ കൌൺസിലർമാരും ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന ആരോപണം ഗുരുതരമാക്കുന്നത്. ഈ ഉയർത്തിക്കാട്ടി വരും ദിവസങ്ങൾ വലിയ രീതിയിലുള്ള ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. അമ്പിളി, ശരി. GST സ്ലാബ് പുനഃക്രമീകരണത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തത്വത്തിൽ അനുമതി നൽകിയതായി റിപ്പോർട്ട്. സ്ലാബ് മാറ്റങ്ങളും നടപടിക്രമങ്ങൾ ലളിതമാക്കലുമാണ് പരിഷ്കരണങ്ങളുടെ ഭാഗമായി പരിഗണിക്കുക. സംസ്ഥാനങ്ങളുമായി ചർച്ചകൾ നടത്തിയതിനു ശേഷം മാറ്റങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കും. GST നടപ്പിലാക്കിയിട്ട് 8 വർഷമാകുമ്പോഴാണ് ആദ്യ പരിഷ്കരണത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പച്ചക്കൊടി നൽകിയിരിക്കുന്നത്. അടുത്ത മാസം നടക്കുന്ന GST കൗൺസിലിൽ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. GST സ്ലാബുകൾ 3 കുറയ്ക്കാനാണ് ശ്രമം. നികുതി യുക്തിസഹമാക്കുന്നതിന്റെ ഭാഗമായാണിത്. നിലവിൽ 5, 12, 18, 28% എന്നിങ്ങനെ 4 നിരക്കുകളിലാണ് GST ഈടാക്കുന്നത്. ഇതിൽ 12% നികുതി നിരക്ക് ഒഴിവാക്കിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ വിഭാഗത്തിൽ വരുന്നവ 5%-ലേക്കോ 12%-ലേക്കോ മാറ്റിയേക്കും. ഇതിലൂടെ ചില വസ്തുക്കൾക്ക് വില കുറയും, മറ്റ് ചില വസ്തുക്കൾക്ക് വില കൂടുകയും ചെയ്യും. കരകൗശല വസ്തുക്കൾ പോലുള്ളവയുടെ വില കുറയാൻ സാധ്യതയുണ്ട്. സാധാരണക്കാർ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് നിലവിൽ 12% GST പരിധിയിൽ വരുന്നത്. അതിനാൽ തന്നെ സാധാരണക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ആദായ നികുതി ഇളവ് വരുത്തുന്നതിന് സമാനമായ രീതിയിൽ ഇളവ് വരുത്താനാണ് കേന്ദ്ര സർക്കാർ നീക്കം. ഇത് നിരക്ക് ഘടന ലളിതമാക്കുമെങ്കിലും കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും 80,000 കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. അതാണ് സംസ്ഥാനങ്ങളുടെ വിയോജിപ്പിന് കാരണം. BJP ഇതര സംസ്ഥാനങ്ങൾ ഇത് എളുപ്പത്തിൽ അംഗീകരിക്കാനിടയില്ല. ഇക്കാര്യത്തിൽ സമവായമുണ്ടാക്കുകയാണ് കേന്ദ്രത്തിന്റെ മുന്നിലുള്ള വെല്ലുവിളി. കേന്ദ്ര ധനകാര്യ മന്ത്രാലയം സംസ്ഥാനങ്ങളുമായി ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തുകയാണ്. ഇനി വരുന്ന GST കൗൺസിൽ യോഗത്തിൽ സ്ലാബ് പരിഷ്കരണങ്ങളിൽ തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കൗൺസിലിന്റെ അവസാനത്തെ യോഗം നടന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസിൽ നിന്ന് വേടന്റെ വിവാദ പാട്ട് ഒഴിവാക്കാൻ ശുപാർശ. വൈസ് ചാൻസലർ നിയോഗിച്ച വിദഗ്ധ സമിതിയാണ് ശുപാർശ നൽകിയത്. ഗൗരിലക്ഷ്മിയുടെ പാട്ടുകൾ ഒഴിവാക്കാനും ഇതോടൊപ്പം ശുപാർശ നൽകി. സിൻഡിക്കേറ്റ് അംഗമായ AK അനുരാജാണ് ഇത് സംബന്ധിച്ച് വൈസ് ചാൻസലർക്കും ഗവർണർക്കും പരാതി നൽകിയത്. ഒന്നിലധികം കേസുകൾ നേരിടുന്ന വ്യക്തിയും കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കളും മദ്യവും ഉപയോഗിക്കുന്ന വേടന്റെ പാട്ട് സർവകലാശാലയുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെയായിരുന്നു പരാതി. ഇതേ തുടർന്നാണ് വൈസ് ചാൻസലർ വിഷയം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചത്.
ആലുവയിൽ സെക്യൂരിറ്റി ജീവനക്കാരന് ക്രൂരമർദ്ദനം. കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് സ്കൂട്ടർ മാറ്റി പാർക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടതിനാണ് 73-കാരനെ ക്രൂരമായി മർദ്ദിച്ചത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. പതിനാലാം തീയതി വൈകിട്ടാണ് സംഭവം. ആലുവ പെരുമ്പാവൂർ റോഡിൽ ചെമ്പകശ്ശേരി ജംഗ്ഷന് സമീപത്തെ സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിലെ തർക്കത്തെ തുടർന്നാണ് വയോധികനായ സെക്യൂരിറ്റി ജീവനക്കാരന് മർദ്ദനമേറ്റത്. കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ബൈക്ക് പാർക്ക് ചെയ്തപ്പോൾ ഇത് മാറ്റാൻ സെക്യൂരിറ്റി ജീവനക്കാരനായ ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടതാണ് യുവാക്കളെ പ്രകോപിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് സോഷ്യൽ മീഡിയ ജില്ലാ കോർഡിനേറ്റർ KB നിജാസും സുഹൃത്തും ചേർന്നാണ് മർദ്ദിച്ചത്. മർദ്ദനത്തിൽ ബാലകൃഷ്ണന്റെ കണ്ണിനടക്കം പരിക്കേറ്റു. എൻ്റെ നെഞ്ചത്തിട്ട് ഇടിച്ചിട്ടുണ്ട്. നെഞ്ച് ഇപ്പോഴും എനിക്ക് ശ്വാസം പിടിക്കുമ്പോഴും ഇങ്ങനെ കൈ പൊക്കുമ്പോഴും പിന്നെ ചുമ വരുന്ന സമയത്ത് ഒക്കെ വേദന ഇപ്പോഴും ഉണ്ട്. പല്ലിന് ഈ ചുണ്ടിൻ്റെ ഉൾഭാഗം പൊട്ടിയിട്ട് ഇപ്പോഴും ഒരു വീർപ്പുണ്ട്. ആശുപത്രിയിൽ ചികിത്സ തേടിയ ബാലകൃഷ്ണൻ പിന്നീട് പോലീസിൽ പരാതി നൽകി. യൂത്ത് കോൺഗ്രസ് നേതാവായ നിജാസിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചതെന്ന് ബാലകൃഷ്ണന്റെ മകൻ ആരോപിച്ചു. പോലീസ് സ്റ്റേഷനിലെത്തിയ നിജാസിനെ ഉടൻ വിട്ടയക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. CI പറഞ്ഞു കേസെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഇവിടെ ഒരു മുഴ കണ്ട കാരണം എക്സ്റേ എടുത്തിട്ട് വരാം, എന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാമല്ലോ എന്ന് പറഞ്ഞ് എക്സ്റേ എടുക്കാൻ പോയി. ഞങ്ങൾ അരമണിക്കൂറിനകം എക്സ്റേ എടുത്ത് വന്നപ്പോൾ ഈ പ്രതിയെ അവിടെ പോലീസുകാർ പറഞ്ഞു വിടുകയും ഞങ്ങൾ 8:45 വരെ അവിടെ പിടിച്ചിരുത്തി. 8:45 ശേഷമാണ് അച്ഛൻ്റെ മൊഴി എടുക്കുകയും ചെയ്തത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇരുകൂട്ടരുടെയും മൊഴി രേഖപ്പെടുത്തിയതായാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ച സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഇന്ന് ചർച്ച നടത്തും. വൈകിട്ട് 3:30 മന്ത്രിയുടെ ഓഫീസിലാണ് ചർച്ച. വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് 5 രൂപയാക്കി ഉയർത്തുക എന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതി ഈ മാസം 22 മുതൽ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. മലയാളികൾക്ക് മറക്കാനാകാത്ത സമാനതകളില്ലാത്ത രക്ഷാദൌത്യം നടന്ന ശിരൂർ മണ്ണിടിച്ചിലിന് ഇന്ന് 1 വർഷം തികയുന്നു. കോഴിക്കോട് സ്വദേശിയായ അർജുൻ ഉൾപ്പെടെ 9 പേർക്കാണ് കഴിഞ്ഞ വർഷം ശക്തമായ മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിലും ഗംഗാവലി പുഴയിലെ അതിശക്തമായ ഒഴുക്കിലും ജീവൻ നഷ്ടമായത്. ശിരൂർ വെറുമൊരു സ്ഥലപ്പേരല്ല, ഒരാളുടെ ജീവന് വേണ്ടി ഒരു നാട് മുഴുവൻ ഒന്നിച്ചു നടത്തിയ രക്ഷാദൌത്യത്തിന്റെ ഉദാത്ത മാതൃകയാണത്. അപകട സ്ഥലത്ത് നടത്തിയ 72 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിലാണ് അർജുന്റെ മൃതദേഹം കണ്ടെത്തിയത്. എന്നാൽ ഈ ദുരന്തത്തിൽപ്പെട്ട 2 പേരെ ഇന്നും കണ്ടെത്താനായിട്ടില്ല എന്നത് തീരാ ദുഃഖമായി അവശേഷിക്കുന്നു. 2024 ജൂലൈ 15 രാത്രിയായിരുന്നു കർണാടകയിലെ ഷിരൂരിൽ ഗംഗാവലി പുഴയിലേക്കുള്ള ദേശീയപാതയുടെ ഭാഗം കനത്ത മഴയിൽ തകർന്നു വീണത്. ആ സമയത്ത് അതുവഴി കടന്നു പോവുകയായിരുന്ന വാഹനങ്ങൾ പുഴയിലേക്ക് പതിച്ചു. മണ്ണിടിച്ചിലുണ്ടായി. ചിലർ കുടുങ്ങിയതായി സംശയമെന്ന വാർത്ത മാത്രമാണ് ആദ്യം വന്നത്. 2 ദിവസങ്ങൾക്ക് ശേഷം കോഴിക്കോട് സ്വദേശി അർജുൻ ഓടിച്ചിരുന്ന ലോറി കാണാനില്ലെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടതോടെ ദുരന്തത്തിന്റെ യഥാർത്ഥ ചിത്രം പുറം ലോകം അറിഞ്ഞു. അർജുന്റെ ഫോണിൽ നിന്ന് ലഭിച്ച സിഗ്നൽ പ്രദേശം പരിശോധിച്ചപ്പോഴാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാകുന്നത്. ദേശീയപാതയിൽ നിന്ന് കാണാതായ ലോറിയെ അടിസ്ഥാനമാക്കി 3 ഘട്ടങ്ങളിലായാണ് തിരച്ചിൽ നടന്നത്. ഇടയ്ക്ക് മഴ അതിശക്തമായതോടെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തി. പിന്നീട് മുഖ്യമന്ത്രിമാരായ പിണറായി വിജയനും സിദ്ധരാമയ്യയും തമ്മിൽ നടത്തിയ സംഭാഷണത്തിന് ശേഷമാണ് 3ാം ഘട്ട തിരച്ചിൽ പുനരാരംഭിച്ചത്. 72ാം ദിവസം പുഴയുടെ അഴിമുഖത്ത് നിന്ന് അർജുൻ ഓടിച്ചിരുന്ന ലോറി ക്രെയിൻ ഉപയോഗിച്ച് കരക്കെത്തിച്ചു. ലോറിയുടെ ഉള്ളിൽ നിന്ന് അർജുന്റെ മൃതദേഹം കണ്ടെത്തി. DNA പരിശോധനയിലൂടെ അത് അർജുന്റേതാണെന്ന് സ്ഥിരീകരിച്ചു. പിന്നീട് ഷിരൂർ മുതൽ കോഴിക്കോട് വരെ അർജുന്റെ മൃതദേഹം എത്തിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് യാത്രാമൊഴി നൽകാനായി എത്തിയത്. ലോറി ഉടമ മനാഫ്, കാർവാർ MLA സതീഷ്, മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപെ, മഞ്ചേശ്വരം MLA AK അഷ്റഫ് തുടങ്ങി ഷിരൂരിൽ തിരച്ചിലിനു വേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിച്ച നിരവധി പേരാണ് ഈ ദൗത്യത്തിൽ പങ്കാളികളായത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. സതാപ്ടണിൽ വൈകിട്ടാണ് മത്സരം നടക്കുക. 2020 പരമ്പരയിൽ ചരിത്ര ജയം നേടിയ ആത്മവിശ്വാസത്തിലാണ് ഹർമൻപ്രീത് കൗറിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം ഇറങ്ങുന്നത്. ഏകദിനത്തിലും ഈ വിജയം ആവർത്തിക്കാനാണ് ഇന്ത്യൻ ടീം ലക്ഷ്യമിടുന്നത്. വാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം. നമസ്കാരം.